പ്രിയപ്പെട്ടവരെ, സകല വിശ്വാസികളുടെയും പൗരോഹിത്യം എന്നുള്ള ചിന്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പസമയത്തേക്ക് ധ്യാനിക്കുന്നത്. അതിൻ്റെ ആരംഭമായിട്ടൊരു ചെറിയ കഥയോടുകൂടി അല്ലെങ്കിൽ സംഭവകഥയോടുകൂടി നമുക്ക് തുടങ്ങാം. ബ്രിട്ടനിൽ ഹെൻറി എട്ടാമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ചാൻസലറായിരുന്നു തോമസ് മൂർ. തോമസ് മൂർ പലപ്പോഴും രാജാവിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ വിധികളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ച സാഹചര്യം പലപ്പോഴായിട്ടുണ്ടായപ്പോൾ രാജാവ് തോമസ് മൂറിനെ പിടിച്ച് ജയിലിലടച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ മാത്രമായി പുറത്തുള്ള ലോകത്ത് ജീവിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭാര്യ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജയിലിൽ വന്ന് തോമസ് മൂറിനെ കാണാനായിട്ട് വന്നു. തോമസ് മൂറിനെ കണ്ട മാത്രയിൽ അവർ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് രാജാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കാര്യങ്ങളൊക്കെയും തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരൂ, നമുക്ക് കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. തോമസ് മൂർ മറുപടിയായി ചോദിച്ചത്, എത്ര കാലം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മറുപടിയായിട്ട് പറഞ്ഞത്, ഒരു 10-20 വർഷമെങ്കിലും നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പുറം ലോകത്ത് ജീവിക്കാം എന്ന് പറഞ്ഞു. തോമസ് മൂർ അതിന് മറുപടിയായിട്ട് ഭാര്യയോട് പറഞ്ഞത്, 20 കൊല്ലക്കാലത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിന് തോമസ് മൂറിൻ്റെ ഭാര്യയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. തോമസ് മൂർ പറഞ്ഞു, ഈ 20 കൊല്ലക്കാലത്തിന് ശേഷമുള്ള അനേക വർഷങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലും കാര്യങ്ങളുമാണ് ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് രാജാവ് പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എൻ്റെ ദൈവത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോഴും ജയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു. പൗരോഹിത്യം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അൽമായ കൂട്ടായ്മകളിൽ നിന്നോ അൽമായരിൽ നിന്നോ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വിധികളനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ദൈവഹിതത്തിന് അനുസൃതമാർന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം വിളിച്ച് നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടമാണ് പൗരോഹിത്യം എന്നത്. പക്ഷേ ഈ പൗരോഹിത്യം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാരിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് സർവ്വ മനുഷ്യരുടെ മധ്യത്തിലും സർവ്വലോകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവയിലുണ്ടാകേണ്ടത്. ഇന്ന് നാം വായിക്കുന്ന വേദഭാഗങ്ങളിലൊക്കെ നാം ശ്രദ്ധിച്ചാൽ കാണാം, യെശയ്യാവിൻ്റെ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിലും പത്രോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലും അതുപോലെ തന്നെ സുവിശേഷ വേദഭാഗങ്ങളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഈ പൗരോഹിത്യത്തിൻ്റെ മനുഷ്യർക്കിടയിലേക്കുള്ള ഇറക്കങ്ങൾ നമുക്ക് കാണാം. എല്ലാവരിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന, എല്ലാവരിലുമായിട്ട് തെളിഞ്ഞു കിടക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ആ വലിയ ശുശ്രൂഷ ദൈവം നിർവഹിച്ചത് പുരോഹിതന്മാരിൽ മാത്രമല്ല, അല്ലാതുള്ള ജനങ്ങളിലും കൂടെ ഇപ്രകാരം ഈ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ചിന്തിപ്പിക്കുന്ന വരികളാണ് നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുക. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്നുള്ള വരികളിലൂടെ നമ്മോട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, പൗരോഹിത്യത്തിൻ്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സുവിശേഷങ്ങളും ഈ പ്രവർത്തനങ്ങളും ഈ കാര്യങ്ങളും എല്ലാം എന്ന് നമ്മെ അറിയിക്കുകയാണ്. സദ്വർത്തമാനം ഘോഷിക്കുവാനായിട്ട് അത് പുരോഹിതന്മാർക്ക് മാത്രമല്ല, അൽമായരായാലും അവർക്ക് ഈ സദ്വർത്തമാനം മറ്റുള്ളവരിലേക്ക് ഘോഷിക്കുവാൻ വേണ്ടുന്ന എല്ലാവിധമായ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും നമുക്കുണ്ട്. മഹാപുരോഹിതർ പ്രാർത്ഥന നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ കഴിയുക, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, എല്ലാവരും ഒന്നാകുന്ന ഒരു ലോകത്തിൻ്റെ ക്രമത്തെപ്പറ്റിയും എല്ലാവരും ഒന്നായി നിൽക്കുന്ന ഒരു ചുറ്റുപാടിനെ പറ്റിയും ആ പൗരോഹിത്യത്തിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളിലും സർവ്വ ലോകരിലും പരന്നിരിക്കുന്നു ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ എല്ലാവർക്കുമായിട്ട് ദൈവം നൽകപ്പെട്ടത്. അത് ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു, ദൈവത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് വസിച്ച ക്രിസ്തു, മനുഷ്യരോട് കൂടെ ജീവിച്ച് കഷ്ടതകളും പ്രയാസങ്ങളൊക്കെയും അനുഭവിച്ച് മരിച്ചു, പിന്നെ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായ ക്രിസ്തു ഒരു മഹാപുരോഹിതനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക, മൽക്കീസദേക്ക് ഒരു മഹാപുരോഹിതനായിരുന്നു. ഒരു പുരോഹിതനായിട്ട് അബ്രഹാം വന്നപ്പോൾ അബ്രഹാമിന് മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. ആ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു എന്നുള്ള കാര്യങ്ങളെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ 7-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലും അവൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിലും ആ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വം മെൽക്കിസദേക്കിൽ നിന്ന് പിൽക്കാലത്ത്
ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന, ദൈവത്തോട് സാദൃശ്യമായിട്ടുണ്ടായിരുന്ന പുത്രനിലൂടെ നമുക്ക് ഏവർക്കും ലഭിക്കുകയും അവ ഇന്ന് സുവിശേഷ ഘോഷണത്തിൻ്റെ അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ മധ്യത്തിൽ എല്ലാവർക്കുമായിട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ അനുഭവങ്ങൾ വിഭജിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പുരോഹിതന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ മാത്രമല്ല, ഈ ഭൂമിയിൽ എല്ലാവരിലേക്കും എല്ലാവർക്കും വേണ്ടിയുമായിട്ട് കിടക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് ഏവർക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ സഹോദരങ്ങളും നാം ഓരോരുത്തരും ഈ രാജകീയ പുരോഹിത വർഗമാണ് എന്നുള്ള ചിന്തയോടുകൂടി ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിച്ചും അനുസരിച്ചും കൊണ്ട് നമ്മിലൂടെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് നല്ല ആശ്വാസം പകരുന്ന വാക്കുകളിലൂടെ എല്ലാം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തേണ്ടത് ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ അരുളി ചെയ്തതുപോലെ നമ്മിലൂടെ ഈ ശബ്ദം എല്ലാവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും മറ്റുള്ള എല്ലാവരെയും ക്രിസ്തുദേവനിലേക്ക് ആകർഷിക്കുവാനുമായിട്ടുള്ള രാജകീയ പുരോഹിത വർഗത്തിന് ഉത്തരവാദിത്വം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹപൂർണ്ണമായ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി ഈ ലോകം അതിൻ്റെ ക്രമങ്ങളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ നടന്നെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. അൽമായർ മാത്രമല്ല കർത്താവേ, പുരോഹിതർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവരായിട്ടും ദൈവത്തോട് കൂടെ ജീവിക്കുന്നവരായിട്ടും എന്നും എന്നേക്കും നിൻ്റെ സന്നദ്ധിയിൽ അനുസരണയോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നത് കൃപയുടെ കേൾക്കുമാറാണമേ.